ദൈവനാമത്തിന് മഹത്വമുണ്ടാവട്ടെ. വീണ്ടും നാം ഒരു നോയമ്പ് കാലത്തേക്ക് പ്രവേശിച്ചിരിക്കുന്നു. ദൈവം നമുക്ക് നൽകുന്ന അനുഗ്രഹിക്കപ്പെട്ട കാലമാണ് നോയമ്പ് കാലം. ഈ നോയമ്പ് കാലം ഒരു ആചാരം മാത്രമല്ല, ദൈവത്തോടുള്ള ബന്ധം ഊട്ടി ഉറപ്പിക്കാനുള്ള ഒരു ദിവ്യ അവസരമാണ്. ഉപവാസം, പ്രാർത്ഥന, മാനസാന്തരം ഇതൊക്കെ കൂടുതലായി ചെയ്യാനുള്ള ഒരു കാലമാണ്. ദൈവം നമ്മിൽ നിന്ന് ആഗ്രഹിക്കുന്നത് വലിയ നേർച്ചകളും ഉപവാസങ്ങളുമല്ല, നീതിയും കരുണയും നോക്കുന്ന മനസ്സും സത്യസന്ധമായ ജീവിതവുമാണ്. ദൈവം നമ്മിൽ നിന്ന് എന്താണ് ആവശ്യപ്പെടുന്നത്? മീഖ പ്രവചനത്തിൽ നിന്ന് 6-ാം അധ്യായം 1 മുതൽ 8 വരെയുള്ള വാക്യങ്ങളിൽ പ്രവാചകൻ തന്റെ ജനത്തിന് ദൈവത്തിൽ നിന്നുള്ള ശക്തമായ ഒരു സന്ദേശം നൽകുന്നു. മീഖയുടെ സന്ദേശം മാനസാന്തരത്തേക്കുള്ള ഒരു ആഹ്വാനമാണ്. നീതിയും കരുണയും നിറഞ്ഞ ജീവിതം നയിക്കാനുള്ള ദൈവത്തിന്റെ ആവശ്യകതകളെക്കുറിച്ച് നമ്മളെ ഓർമ്മിപ്പിക്കുന്നു. പാപത്തിൽ നിന്ന് തിരിച്ച് രക്ഷകനിലേക്ക് നയിക്കാനുള്ള പ്രത്യാശയാണ് മീഖ പ്രവചനം. എന്തുമായി ഞങ്ങൾ യഹോവയുടെ സന്നിധിയിൽ വരണമെന്ന് 6-ാം വാക്യത്തിൽ പ്രതിപാദിക്കുന്നു. ദൈവത്തെ സന്തോഷിപ്പിക്കാനുള്ള വഴികളെക്കുറിച്ച് ചിന്തിക്കുന്നു. നേർച്ചകളും വഴിപാടുകളും നടത്തുന്നു. ഇവയൊക്കെ വലിയ ദാനങ്ങളായി തോന്നിയെങ്കിലും കർത്താവിന് ഇഷ്ടമുള്ളതല്ല. ദൈവം നമ്മിൽ നിന്ന് ആഗ്രഹിക്കുന്നത് 7-ഉം 8-ഉം വാക്യങ്ങളിൽ വ്യക്തമായി പറയുന്നു. നീതി പ്രവർത്തിക്കുക, ദയ കാണിക്കുക, ദൈവത്തിന് മുമ്പിൽ വിനയത്തോടെ നടക്കുക. ദൈവം പുറമെയുള്ള ആചാരങ്ങളല്ല, ഹൃദയത്തിന്റെ യഥാർത്ഥ സമർപ്പണമാണ് ആഗ്രഹിക്കുന്നത്. 8-ാം വാക്യത്തിൽ ജനങ്ങളുടെ ചോദ്യത്തിന് പ്രവാചകൻ കർത്താവിന്റെ ഉത്തരം നൽകുന്നു. കർത്താവ് 3 കാര്യങ്ങൾ ആവശ്യപ്പെടുന്നു. 1. നീതിപൂർവം പ്രവർത്തിക്കാൻ. തന്റെ ജനം നീതിപൂർവം ജീവിക്കണമെന്നും മറ്റുള്ളവരോട് നീതിയോടും സമത്വത്തോടും പെരുമാറണമെന്നും കർത്താവ് ആഗ്രഹിക്കുന്നു. 2. കരുണയെ സ്നേഹിക്കാൻ. തന്റെ ജനം ആവശ്യക്കാരോട് കരുണയും ദയയും കാണിക്കണമെന്ന് കർത്താവ് ആഗ്രഹിക്കുന്നു. 3. നിങ്ങളുടെ ദൈവത്തോടൊപ്പം താഴ്മയോട് നടപ്പാൻ. തന്റെ ജനം തന്നിലുള്ള ആശ്രയത്വം തിരിച്ചറിഞ്ഞ് തന്റെ ഇഷ്ടത്തിൽ കീഴടങ്ങിക്കൊണ്ട് താഴ്മയോടെ ജീവിക്കുവാൻ കർത്താവ് ആഗ്രഹിക്കുന്നു. മീഖയുടെ സന്ദേശം വ്യക്തമാണ്. നമ്മുടെ ബാഹ്യയാഗങ്ങളെയോ വഴിപാടുകളോ കർത്താവിന് താല്പര്യമില്ല. പകരം നാം നീതിയോടെ ജീവിക്കാനും കരുണയെ സ്നേഹിക്കാനും അവനോടൊപ്പം താഴ്മയോട് നടക്കാനും അവിടുന്ന് ആഗ്രഹിക്കുന്നു. ദൈവം വിശുദ്ധൻ ആകയാൽ നാമും അവനോട് ചേർന്നിരിക്കുന്ന വിശുദ്ധർ ആകണം. നാം പാപികൾ ആണെങ്കിലും അനുതാപിച്ച് അവന്റെ സന്നിധിയിൽ നിൽക്കുവാൻ സാധിക്കുമെന്ന പ്രത്യാശ നൽകുന്ന വചനമാണ് മീഖയുടെ. നമ്മുടെ സ്വന്തം ജീവിതത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ നമുക്ക് സ്വയം ചോദിക്കാം, കർത്താവ് എന്നിൽ നിന്ന് എന്താണ് ആവശ്യപ്പെടുന്നത്? അവിടുത്തെ ആവശ്യകതകളെ അനുസരിച്ചുകൊണ്ട് ജീവിക്കാൻ നമുക്ക് ശ്രമിക്കാം. അങ്ങനെ ചെയ്യുന്നതിൽ നമുക്ക് സന്തോഷവും സംതൃപ്തിയും കണ്ടെത്താം. ഈ വചനങ്ങളാൽ ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.